ഇപ്പോഴും പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണോ? എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുള്ളത് ഇവിടെ ഈ ബോഡിയൊക്കെ റിസീവ് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണുള്ളത്. ഇവിടെ ടോട്ടല് ഏകദേശം ഒരു 117 ബോഡിയാണ് ഇവിടെ നമ്മളടുത്ത് ഇവിടെ റിസീവ്ഡ് ആയിട്ടുള്ളത്. അതിൽ ഒരു 89 ആളുകളെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇതിൽ തിരിച്ചറിയാത്ത കുറെ ആളുകളുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ബോഡി അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹോസ്പിറ്റലിലുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ തിരിച്ചറിയൽ നടപടികളൊക്കെ എങ്ങനെയാണ്? അത് അവരുടെ ബന്ധുക്കൾ ബോഡിയൊക്കെ വരുന്നത് ഭയങ്കര ഡാമേജ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ്. എങ്കിലും അത് അതിന്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം അവരെ ബന്ധുക്കളൊക്കെ വന്ന് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ പെട്ട ഒരുപാട് ആളുകൾ ഉള്ളത് മുഴുവനും പോയത് കാരണം ഈ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടാണ് ഉള്ളത്. തിരിച്ചറിയാൻ പറ്റുന്ന അവിടെ നാട്ടുകാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും കൂടെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് തിരിച്ചറിയാനൊക്കെ ഭയങ്കര റിസ്ക് ആണ്. അങ്ങനെയാണുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞവരുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? അവിടെ തന്നെയാണോ? ഇവിടെ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പ്രൊസീജിയറും പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ബോഡി അവിടെ കൊടുത്ത് ബന്ധുക്കൾ അവിടുന്ന് കൈപ്പറ്റിയ ശേഷം തൊട്ടടുത്തുള്ള പള്ളി അങ്ങനെ ശ്മശാനങ്ങളിലൊക്കെ ആയിട്ട് അവരെ അന്ത്യക്രിയകളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി എത്ര മൃതദേഹങ്ങളാണ് അവിടെ തിരിച്ചറിയാനുള്ളത്? തിരിച്ചറിയാൻ ഇപ്പോ ഏകദേശം ഒരു 10-30ഓളം തിരിച്ചറിയാനുണ്ട്. പിന്നെ ബോഡി പാർട്സ് ആയിട്ട് വന്നത് ഒരു 9 നമ്പേഴ്സ് പാർട്സ് ആയിട്ട് വന്നതുണ്ട്. കൈ, കാല്, അങ്ങനെ ബോഡിന്റെ പാർട്സുകളായിട്ട് കിട്ടിയതുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുണ്ടോ? ചികിത്സയിൽ നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഏരിയയിൽ ചികിത്സയിലുള്ളവരല്ല ഉള്ളത്. 100-200 ആളുകൾ ചികിത്സയിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.